കേബിൾ മെഗാ ഫെസ്റ്റിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർകളാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ KN ഉണ്ണികൃഷ്ണൻ MLA സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹൻ, പ്രസിഡന്റ് COA, നിങ്ങളുടെ ഈ സെറിമണി ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേബിൾ TV ഓപ്പറേറ്റീവ് അസോസിയേഷൻ ഞങ്ങളുടെ എല്ലാം സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലുമെല്ലാം വളരെ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ്. അല്ലെങ്കിൽ ആ മേഖലയിൽ സേവനമെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ലോകത്ത് വിവരവിനിമയ സാങ്കേതിക വിദ്യയിലുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങളുടെ ഒരു പ്രത്യേക തുടർച്ചയിലാണ്, ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് കേബിൾ TV അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ പിറവിയെടുത്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടെലിവിഷൻ പരിപാടികളെല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും അത് നമുക്ക് ആൻറ്റീനകളിൽ ലഭിച്ചിരുന്ന ഒരു കാലമുണ്ട്. നമ്മുടെ പുതിയ ആളുകൾക്കെല്ലാം ചിലപ്പോൾ ഇപ്പോൾ ഓർക്കാൻ പോലും അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയാത്തൊരു കാര്യമായിരിക്കാം. എന്നിരുന്നാലും അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 90കളുടെ ആരംഭത്തോടു കൂടിയാണ് പൊതുവെ കേബിൾ TVയുടെ ആവിർഭാവവും അതിൻ്റെ വികാസത്തിലേക്കുമെല്ലാം നമ്മൾ കടന്നു വരുന്നു. തുടർന്ന് കേബിൾ TV ശൃംഖല ഏറ്റവും നൂതനമായ, ലോകത്ത് ലഭ്യമായ എല്ലാ നൂതനമായ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേബിൾ TV ശൃംഖല വളരെ വിപുലപ്പെടുത്താൻ വ്യക്തികളും അതുപോലെ സംരംഭകരുമെല്ലാം ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ വളരെ കരുതലോടുകൂടിയാണ് ഓരോ ചുവടുവെപ്പും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ആ നിലയിൽ വലിയ മാറ്റങ്ങളാണ് ഈ രംഗത്ത് വന്നിട്ടുള്ളത്. 90കൾക്ക് മുമ്പ് തന്നെ 80കളുടെ അവസാനത്തോടെ RRF കേബിൾ വഴി നമ്മുടെ കേബിൾ TVയുടെ ഈ സേവനമെല്ലാം ആരംഭിച്ചെങ്കിലും തുടർന്നിങ്ങോട്ട് വലിയ സാധ്യതകളാണ് നമുക്ക് തുറന്നു ലഭിച്ചത്. തുടർന്ന് കേബിൾ TV സേവനം കൂടുതൽ വിപുലീകരിക്കാനും അതുവഴി കൂടുതൽ ടെലിവിഷൻ പ്രേക്ഷകരെ നമുക്ക് ആകർഷിക്കാനും കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. അതോടുകൂടി ഈ രംഗത്തിൻ്റെ ഒരു കച്ചവട സാധ്യത വലിയ തോതിൽ വർദ്ധിക്കുകയുണ്ടായി. കച്ചവട സാധ്യത മാത്രമല്ല, സാമൂഹ്യ ബാധ്യത കൂടി കേബിൾ TV രംഗത്ത് വർദ്ധിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ, വിവിധ സംഘടനകൾ, പ്രസ്ഥാനങ്ങളെല്ലാം ഈ കേബിൾ TV രംഗത്തേക്കെല്ലാം കടന്നു വരുന്ന പുതിയ സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുകയും വലിയ വിപുലമായ സാധ്യതകളെല്ലാം വന്നതോടുകൂടി, ഒരുപാട് സാധ്യതകൾ നമുക്ക് തുറന്നു വന്നതോടുകൂടി നമ്മുടെ പ്രേക്ഷകരുടെ എണ്ണം കൂട്ടുന്നതിനും അത് പരസ്യങ്ങൾ ലഭ്യമാകുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയെല്ലാമുള്ള ഇടപെടലുകളും വളരെ ശക്തിയായി ഉയർന്നു വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ടാമിനെയും അതുപോലെ BRCയെയും എല്ലാം സ്വാധീനിക്കാനും ഇന്ന് പല സംരംഭങ്ങളിലെല്ലാം കാണുന്നത് പോലുള്ള കള്ളക്കളികളും ഈ മേഖലയിൽ വരാൻ തുടങ്ങി. അതായത് അറിയാമല്ലോ, നിങ്ങൾക്ക് ടാം എന്താണെന്നറിയാം, അഡ്രസ്സബിൾ മാർക്കറ്റ്
അതുപോലെ തന്നെ BRC ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ, ഇതിനെല്ലാം പലതരത്തിൽ സ്വാധീനിക്കാനും നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിക്കാനും, അപ്പോൾ അതുവഴി പരസ്യങ്ങളെ സ്വാധീനിക്കാം, അതുപോലുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ കേബിൾ TV രംഗം വളരെ സജീവമാവുകയും അതിൻ്റെ അനന്തമായ വളരെ വിപുലമായ സാധ്യതകൾ വളർന്നു പന്തലിച്ച സന്ദർഭത്തിൽ കച്ചവട താല്പര്യങ്ങളുമായി ഈ മേഖല കീഴ്പ്പെടുത്താൻ ഇന്ന് സാർവദേശീയമായും ദേശീയമായും വലിയ തരത്തിലുള്ള കോർപ്പറേറ്റുകളെല്ലാം കാണിക്കുന്ന അമിതമായ താല്പര്യം പോലെ ഇതിൻ്റെ സാധ്യതകൾ കണ്ടുകൊണ്ട് ഇതിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയും ചിലർ ആ രംഗത്ത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുത്തകകൾ ഈ രംഗം കൈയടക്കാനും ഏറ്റെടുക്കാനും ചില സ്ഥാപനങ്ങളെ മെർജ് ചെയ്യുന്നതിനും ചിലതിനെ പൂർണ്ണമായും വിഴുങ്ങുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിനു പുറമെ നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളും ട്വിറ്ററും അതുപോലെ സോഷ്യൽ മീഡിയയുടെ പുതിയ പല സാധ്യതകളും, കുറച്ച് പ്രതിസന്ധികൾ നമ്മുടെ ഈ കേബിൾ TV രംഗത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അനുകൂലമായ നിലപാടിനേക്കാൾ കൂടുതൽ പലപ്പോഴും പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്, പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെന്ന നിലയിൽ. ഇപ്പോൾ നമ്മൾ കേബിൾ TV ശൃംഖല വിപുലമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പോൾ ഇടാൻ, ഇപ്പോൾ 500 പോൾ ഇടണമെന്ന് തീരുമാനിച്ചാൽ അവിടെ ചിലപ്പോൾ നമ്മൾ കൈക്കൂലി കൊടുത്തിട്ട് അത് 1000 പോൾ ഇടും. റെക്കോർഡിൽ 500 ഉണ്ടാവുള്ളൂ. അത് അണ്ടർഗ്രൗണ്ട് മാത്രമല്ല, അല്ലാത്ത കേബിളുകൾ. അപ്പം അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ കയ്യൊക്കുള്ളവന് മാത്രം അവൻ കാര്യക്കാരനാകുന്ന ചില പ്രയാസങ്ങൾ കേബിൾ TV രംഗത്ത് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുണ്ടാക്കുന്ന ചില പ്രതിസന്ധികളുണ്ട് പൊതുജനങ്ങൾക്ക്. നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് യഥാസമയം അത് പരിശോധിക്കപ്പെടാതിരിക്കുക, ഇട്ട കേബിളുകളെല്ലാം അത് അയഞ്ഞതായി മാറുക. അപ്പോൾ ബൈക്ക് യാത്രക്കാർ, പെഡസ്ട്രിയൻസ് ഇതെല്ലാം കടന്നു പോകുമ്പോൾ ഈ കേബിൾ കഴുത്തെ ചുറ്റി മരിക്കണ ആളുകളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചൊരു ഈ മേഖലയിലെ കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കാനും പൊതുജനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ആവശ്യമായ മോണിറ്ററിങ്ങും കാര്യങ്ങൾ കൂടി ഇതിൻ്റെ നടത്തിപ്പുകാർ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ രംഗത്ത് ജീവനക്കാർക്ക് നല്ല ശമ്പളവും മാന്യമായിട്ടുള്ള കാര്യങ്ങളും ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയെല്ലാമുള്ള നടപടികളും തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. മറ്റൊന്ന്, അപ്പോൾ ഈ കേബിൾ TV രംഗം നേരിടുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. ഇതിൻ്റെ ടാക്സിൻ്റെ പ്രശ്നങ്ങൾ, കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട തറവാടക നിശ്ചയിക്കുന്ന കാര്യങ്ങൾ, പ്രൊഫഷണൽ ടാക്സിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു ലോക്കൽ ബോഡിയുടെ പരിധിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് ഒക്കെ കൊടുക്കാൻ ന്യായമായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതെല്ലാം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ധാരാളമായി നിങ്ങൾ നേരിടുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാം കാലാവധി തീരുന്നതിന് മുമ്പാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേബിൾ TV രംഗത്ത് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നവർ മാത്രമല്ല, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് പ്രത്യേകമായ ഒരു സമൂഹം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യേകമായി ഒരു ഉറപ്പ് നൽകുകയാണ്. അത് മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കേബിൾ TV രംഗത്തുള്ള നമ്മുടെ സാമൂഹ്യ ബാധ്യതയെ സംബന്ധിച്ച് പറയുകയുണ്ടല്ലോ, അതിൻ്റെ അനന്തമായ സാധ്യതകൾ. നമ്മളിതിപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമാണ്, എല്ലാവരും കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കേരളം ഇന്നലെ വരെ കണ്ട ഒരു കേരളമല്ല. നമ്മളൊരു പുതിയ നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ്. കഴിഞ്ഞ നവംബർ 1 നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ അത് നമ്മുടെ കേരളപ്പിറവി ദിവസം മാത്രമായിരുന്നില്ല, അത് നവകേരളത്തിൻ്റെ ഒരു ജന്മദിനം കൂടി ആയിരുന്നു. നമ്മൾ 56 നമ്മുടെ കേരളം ഉണ്ടായി, 57 ആദ്യത്തെ ഗവൺമെൻറ് വന്നു, പല ഗവൺമെൻറ്റുകൾ വന്നു. ഈ ഗവൺമെൻറ്റുകളെല്ലാം നടത്തിയ ജനസേവനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഒരു കേരള മോഡൽ എന്ന ഒരു സ്വപ്ന തന്നെ നമുക്ക് രൂപപ്പെടുത്തി ലോകത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാൻ കഴിയും. പക്ഷെ ഇന്നത്തെ കേരളം എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെല്ലാം വന്നിട്ടുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ,
നോളജ് തന്നെ, അറിവ് തന്നെ ഒരു മൂലധനമായി, ക്യാപിറ്റലായി മാറുന്നൊരു പുതിയ കാലം. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവരുടെ ദേശീയോൽപാദനത്തിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ GDP-യിൽ ഏതാണ്ട് 30% അറിവ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മേഖലകളിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഈ ഒരു പുതിയ കാലത്ത് നമ്മുടെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങൾ സ്വായത്തമാക്കി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഒരു നോളജ് ബേസ്ഡ് എക്കോണമിയായി കേരളത്തിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥയെ മാറ്റണം എന്ന് ആഗ്രഹിച്ച് അതിനനുസരിച്ചുള്ള ഭാവനാസമ്പന്നമായ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമാണ് നവംബർ 1 വിവിധ വികസന ഘട്ടങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്താണല്ലോ പോകുന്നു. 3-4 ഘട്ടങ്ങൾ. ഒന്ന്, കേരളത്തിൻ്റെ വികസന നാൾവഴികളിൽ നവോത്ഥാന കാലഘട്ടം ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. 57 മുതൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ 90-കൾ വരെ വരുമ്പോൾ അതൊരു രണ്ടാമത്തെ ഘട്ടമാണ്. 90-കൾ മുതൽ ലോകത്ത് വന്ന പുതിയ നവലിബറൽ നയങ്ങൾ വന്ന കാലവും ആ നവലിബറൽ നയങ്ങൾക്ക് ബദലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന വികസന രീതികളും അതൊരു മൂന്നാമത്തെ ഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാ മേഖലകളിലും നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ പുതിയ വികസനത്തിൻ്റെ വഴികൾ തേടുന്നൊരു ഘട്ടമാണ്. ആ പൊതുവഴികൾ തേടുന്ന ഘട്ടത്തിൻ്റെ ഒരു സമാരംഭമാണ് 1-ാം തീയതി കുറിച്ചത്. ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. 2021 നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 100 പേരെ ഇന്ത്യയിൽ എടുത്താൽ അതിൽ 35 പേർ അതിദാരിദ്ര്യമുള്ള മനുഷ്യരാണ് ഇന്ത്യയിൽ. അപ്പോഴും കേരളത്തിൽ 0.7% ആളുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ പോപ്പുലേഷനിൽ അതിദാരിദ്ര്യരായിട്ടുള്ള മനുഷ്യർ ഈ കേരളത്തിലുണ്ടായിരുന്നു. 62,000 കുടുംബങ്ങൾ, 1.25 ലക്ഷത്തോളം കുടുംബങ്ങൾ. അപ്പോൾ ചൈന കഴിഞ്ഞാൽ ഭൂമുഖത്ത് ദാരിദ്ര്യം ഉച്ചാടനം ചെയ്ത ഒരു രാജ്യമായി പ്രഖ്യാപിച്ച അഭിമാനകരമായ മുഹൂർത്തത്തിനാണ് നവംബർ 1 സാക്ഷ്യം വഹിച്ചത്. അതുപോലെ നമ്മുടെ വീട്ടമ്മമാർ 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 1000 രൂപ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഏതാണ്ട് 33 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതുപോലെ യുവജനങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പ്രത്യേകമായ പദ്ധതി, ADS-കാർക്ക് നൽകുന്ന പദ്ധതി, അങ്ങനെ 13 മേഖലകളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അത് നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ വഴികൾ തേടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള നന്മകൾ നിറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങളുടെ പ്രൊപ്പഗാൻഡ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ നന്മകളെയും നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിയെല്ലാം ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളെല്ലാം മുന്നോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ കൂടി പ്രചരിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് നന്നായി ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ പ്രധാനപ്പെട്ട പ്രമുഖമായ ചാനലുകൾ പോലും ചിലപ്പോൾ പലതരത്തിലുള്ള താല്പര്യങ്ങൾ പലതും ഉപേക്ഷിക്കപ്പെടാം, പലതും അവഗണിക്കപ്പെടാം. അത്തരം ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ കേബിൾ TV രംഗത്തുള്ള സുഹൃത്തുക്കൾക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയും. ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടത്ര പ്രചാരം കിട്ടാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ വൈപ്പിൻ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണെന്ന് നിങ്ങൾക്കറിയാം. പ്രളയത്തെ തുടർന്ന് ഉണ്ടായ കാരണം നവോത്ഥാനത്തിന്റെ സഹോദരനയ്യപ്പൻ പിറന്ന നാടാണ്. അസംബ്ലി 250 അംഗങ്ങളിൽ 15 സ്ത്രീകളിൽ 3 പേർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വനിതാ രത്നങ്ങളിൽ ദാക്ഷായണി വേലായുധൻ എൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൽ സമാനതകളില്ലാത്ത സർവോദയം കുര്യൻ, അദ്ദേഹത്തിൻ്റെ നാട് അവിടെയാണ്. ഇന്ത്യയിലെ പത്രപ്രവർത്തന രംഗത്തെ കുലപതികളിൽ ഒരാളെ TVR ഷേണായിയുടെ നാട് അവിടെയാണ്. പിന്നെ പുതിയ തലമുറയിൽ സിനിമാ രംഗത്തും അതുപോലെ മാധ്യമരംഗത്തെല്ലാമുള്ള ധാരാളം സൗഹൃദങ്ങളെല്ലാം പിറവിയെടുത്തിട്ട് അങ്ങനെ ഒരുപാട് സമ്പന്നമായ ഭൂതകാല ചരിത്രമുള്ള ഒരു നാടാണ് വൈപ്പിൻ. ഓക്കെ, പക്ഷേ വികസനത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം വളരെ പിറകിലാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ആളുകൾക്ക് അനുഭവപ്പെടാത്ത പുതിയ പുതിയ കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഹങ്കാരമാകാം, അല്ലെങ്കിൽ ഒരു അങ്ങനെ ആയിക്കോ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാം ആദ്യം അവിടെ ലഭിക്കണം എന്നുള്ള ഒരു മോഹം. അപ്പം അങ്ങനെയുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും സ്റ്റാർ പ്രോജക്റ്റാണ് നമ്മുടെ തീരദേശ ഹൈവേ. നമ്മുടെ മലയോര ഹൈവേ പോലെ നാഷണൽ ഹൈവേ 66 പോലെ ഉള്ള സംഭവമാണ്. അപ്പോൾ അത് 2019 നാറ്റ്പാക്കിൻ്റെ പഠനത്തെ തുടർന്നാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. കാരണം നമ്മുടെ ഈ ഹൈവേയിലുള്ള തിരക്ക് കുറക്കുക, ICTT വല്ലാർപാടം ഉൾപ്പെടെയുള്ള ചരക്ക് വ്യാപാരം ഇത് ചെയ്യുക, ഇതെല്ലാം കണക്കിൽ എടുത്തും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കോസ്റ്റൽ ഹൈവേ ഡിസൈൻ ചെയ്യുന്നത്. ആ ഹൈവേ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് സാങ്കേതിക വിദഗ്ധരും ഏറ്റവും പണ്ഡിതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതിനെ ജോയിൻ ചെയ്യുന്ന 2-3 സ്ഥലങ്ങളിൽ വേണ്ടത്ര പര്യാലോചനകൾ നടന്നിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ ഫോർട്ട് കൊച്ചിയും അതുപോലെ വൈപ്പിനും ബന്ധിപ്പിക്കുന്ന ഒരു ഭൂഗർഭ ടണൽ അത് വേണം എന്നുള്ള ആവശ്യം കേരള നിയമസഭയുടെ ചരിത്രം ആ പ്രസംഗത്തിൽ ഉന്നയിച്ച അതിന് ഭാഗ്യം കിട്ടിയ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ സാധാരണ ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ബ്യൂറോക്രസി എല്ലാം അത് മാറ്റിവെക്കും. പക്ഷേ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് പരിഗണിച്ച് LNTക്ക് അത് പഠനത്തിനയച്ച് ഇപ്പം ഏറ്റവും ഒടുവിലത് ഗതാഗത വകുപ്പ് നമ്മുടെ റെയിലിനോട് സാധ്യത അതിൻ്റെ താല്പര്യപത്രം ക്ഷണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2762 കോടി രൂപയുടെ പദ്ധതിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതൊരു പുതിയ അനുഭവമാണ്, പുതിയ അനുഭവം. പക്ഷെ വേണ്ടത്ര നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള പ്രമുഖമായ പത്രങ്ങളോ TV ചാനലുകളോ അത് നമ്മൾ വാർത്ത പുറത്തേക്ക് വിട്ടിട്ടും അത് വേണ്ടത്ര നൽകിയില്ല. അപ്പോൾ ഇതേപോലുള്ള പുതുമയാർന്ന കാര്യങ്ങളിലെങ്കിലും രാഷ്ട്രീയ വിവേചനങ്ങളില്ലാതെ നിങ്ങൾക്ക് കവർ ചെയ്യാം. നിങ്ങൾക്കൊരു മെറ്റീരിയലാണത്, നിങ്ങൾക്കൊരു വിഭവമാണത്, അതിനൊരുപാട് ശ്രോതാക്കളുണ്ടാകും. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിതെല്ലാം സോഷ്യൽ മീഡിയ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു ആളല്ല, ഇപ്പോൾ ഇടയ്ക്ക് അതിലെങ്ങനെ അഭിരമിക്കുന്ന ആളല്ല. അപ്പോൾ 1 ലക്ഷത്തോളം ഒരാഴ്ച കൊണ്ട് 1 ലക്ഷത്തോളം വ്യൂവേഴ്സ് എൻ്റെ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ഇടയായി. അപ്പോൾ അത്രയും സാധ്യതയുള്ളതാണ്. ഞാൻ നിങ്ങൾക്കൊരു മെറ്റീരിയൽ ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക വിദ്യകളുടെ മേഖലകളിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏക മണ്ഡലമാണ് അവിടുത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും 2.5 കോടി രൂപ മുടക്കിയിട്ടുള്ള ഡിജിറ്റൽ ലൈബ്രറി. 2000 വരുന്ന പുസ്തകങ്ങൾ, IAS, IRS, IPS എല്ലാം എടുക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് എല്ലാം വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന 20 വിദ്യാലയങ്ങൾ 100% ഇത് ചെയ്യും. അപ്പോൾ ഒരു മണ്ഡലങ്ങളിലും ഇല്ലാത്ത നൂതനമായ സവിശേഷതയാർന്ന ഇതുപോലുള്ള പ്രോജക്റ്റുകൾ പക്ഷെ വേണ്ടത്ര അത് ചെയ്യുന്നില്ല. പഴയ പോലെ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിൻ്റെ രീതിയൊക്കെ ഉപേക്ഷിച്ചല്ലോ. പലതരത്തിലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പല ആളുകളുടെ കൂലിയെഴുത്തുകാരായും മാധ്യമപ്രവർത്തകരും മാറുന്ന പുതിയ കാലമാണ്. മാനേജ്മെൻറ്റിനും പലതരത്തിൽ സത്യസന്ധമായ പത്രപ്രവർത്തനത്തെക്കാൾ ഉപരി ഭരണകൂടത്തെ ഭയപ്പെട്ടും പല വാർത്തകളും യഥാർത്ഥ വാർത്തകൾ സംസ്കരിച്ചും എല്ലാം പ്രവർത്തിക്കുന്ന പുതിയ കാലമാണ്. അത് ഫാസിസത്തിൻ്റെ പുതിയ രീതികൾ നമ്മളെ കാത്തിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിനെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ചെറുക്കാൻ കഴിയണം. ഇതുപോലെ ഞാൻ എൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാനിങ്ങനെ നിങ്ങളോട് പരാമർശിച്ചത്. ഇവിടെ കൊച്ചിയിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊച്ചി ഒരു മഹാനഗരമായിട്ട് മാറുകയാണ്. സമ്പന്നമായൊരു ഭൂതകാല ചരിത്രമുള്ള നാടാണ്. വളരെ വിശ്വപ്രസിദ്ധമായ നഗരമായി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഞങ്ങളെല്ലാവരും. അതിനോടൊപ്പം നടന്നു നീങ്ങാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ വ്യവസായത്തിൻ്റെ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മേഖലകളിലെല്ലാം നിങ്ങൾക്കും ഒരുപാട് സംഭാവനകൾ ചെയ്യാനും ഇന്നത്തെ കാലത്തിൻ്റെ വർത്തമാനകാലത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാൻ മാധ്യമരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാർന്ന പങ്കുവഹിക്കുന്ന നിങ്ങൾക്കതിന് കഴിയും. അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനത്തിന് എല്ലാ നന്മകളും വിജയാശംസകളും നേർന്നുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവരെയും എൻ്റെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.